എല്ലാവർക്കും നമസ്കാരം. ലൈവ് ട്വിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രേതകഥയല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ കൂട്ടിനുണ്ടായിരുന്ന മരിച്ചവരുടെ ലോകത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീരജ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ എന്നാൽ എനിക്ക് വെളിച്ചം തന്ന 3 രാത്രികളെക്കുറിച്ചാണ്. പണിക്ക് പോകാത്തതിൻ്റെ പേരിലും വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്കിടയിലും അച്ഛനുമായി ഉണ്ടായ തർക്കം ഒടുവിൽ അവസാനിച്ചത് ഇറങ്ങിപ്പോടാ എന്ന ആക്രോശത്തിലായിരുന്നു. രാത്രി 9 മണി, കയ്യിൽ പഴയ ഫോണും കൊടുത്ത തുണിയും മാത്രം. അച്ഛൻ കഥകടച്ച ആ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. സ്വന്തം വീടിൻ്റെ കഥകൾ നമുക്ക് മുമ്പിൽ അടയുമ്പോൾ തോന്നുന്ന ആ ശൂന്യത, അത് അനുഭവിച്ചറിയാം. ഞാൻ ഇറങ്ങി നടന്നു ചെന്ന് അടുത്തുള്ള പൊഴിയോരത്തെ ശ്മശാനത്തിൽ ചെന്നാണ് അവസാനിച്ചത്. എങ്ങോട്ട് പോകണമെന്നില്ല, ആരോട് ചോദിക്കണമെന്നില്ല. അവിടെയാണ് എൻ്റെ അച്ചാച്ചനെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മണ്ണിലിരിക്കുമ്പോൾ ആ ഒരു നല്ല പേടി തോന്നി. ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന കുഴിമാടുകൾ, പൊടിയിലെ വെള്ളത്തിൻ്റെ ഇരമ്പലും കേൾക്കാം. നമ്മൾ സിനിമയിലെന്ന കാണുന്ന പോലുള്ള അഭീകരത. ആദ്യത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴും ഞാൻ ഞെട്ടി ഉണർന്നുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ ഇവരെ പേടിക്കുന്നതെന്ന്. ഞാൻ സ്നേഹിച്ച അച്ചാച്ചൻ ഇവിടെയുണ്ട്. എന്നെ വേദനിപ്പിച്ചത് പുറത്തുള്ള ജീവനുള്ള മനുഷ്യരാണ്. ഈ മണ്ണിൽ കിടക്കുമ്പോൾ ആരെയും പടിയടിച്ച് പുറത്താക്കില്ലല്ലോ. ആ ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ പകുതി ഉള്ളിലെ പേടി പതുക്കെ അലിഞ്ഞുപോയി. വീടിൻ്റെ വാതിൽ അടഞ്ഞപ്പോൾ തോന്നിയ ആ തണുപ്പ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. എല്ലാവരും ഉറങ്ങുന്ന ലോകത്ത് ഞാൻ മാത്രം എവിടെയോ തനിച്ചായതുപോലെ. അവിടുത്തെ കല്ലുകൾക്ക് പോലും എൻ്റെ വീട്ടുകാരേക്കാൾ സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ നിമിഷം. ശ്വാസം അടക്കി പിടിച്ചാണ് ഞാൻ ആദ്യത്തെ മണിക്കൂറുകൾ പിന്നിട്ടത്. മരിച്ചവർ ആരെങ്കിലും എഴുന്നേറ്റ് വരുമെന്നല്ലാതെ ഞാൻ പേടിച്ചത്, മറിച്ച് ജീവിച്ചിരിക്കുന്നവർ ആരെങ്കിലും എന്നെ അവിടെ കണ്ടുപിടിക്കുമോ എന്നായിരുന്നു എൻ്റെ ഭയം. നിശബ്ദത പതുക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ നിനക്ക് ആരും ഒരു ദോഷവും ചെയ്യില്ല, ആ മണ്ണ് എന്നോട് പറയും പോലെ എനിക്ക് തോന്നി. ശ്മശാനത്തിന്റെ ഗേറ്റ് കടന്ന് ഞാൻ പുഴയോരത്ത് ചെന്നു. ഒഴുകുന്ന പുഴയെ നോക്കിയിരുന്നപ്പോൾ ഉള്ളിലെ സങ്കടം അണപൊട്ടി. ഞാൻ പോലും അറിയാതെ കരഞ്ഞുപോയി. എന്തിനാണ് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയത്? എന്തിനാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത്? എവിടെയാണ് എനിക്ക് പിഴച്ചത്? ആരെയൊക്കെയോ ഓർത്ത് മനസ്സ് വിങ്ങിപ്പൊട്ടി. കരഞ്ഞു തളർന്നിരുന്ന ആ രാത്രിയിൽ ഞാൻ വെറുതെ ആഗ്രഹിച്ചുപോയി, ആരെങ്കിലൊക്കെ വന്ന് എന്നെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന്. ആ ഏകാന്തതയിൽ അച്ചാച്ചൻ എൻ്റെ തോളിൽ കൈവച്ച് സാരമില്ല മോനെ എന്ന് പറയുന്നത് പോലെ എന്ന് ഞാൻ സങ്കല്പിച്ചു നോക്കി. ആ സങ്കല്പം പോലും എൻ്റെ തകർന്ന മനസ്സിനെ വലിയൊരു ആശ്വാസമായി തീർന്നു. പ്രതീക്ഷയുടെ രൂപമായിട്ട് അച്ചാച്ചൻ. സത്യത്തിൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ ഇരുട്ടിൽ കണ്ട ആ രൂപം എൻ്റെ തന്നെ മനസ്സിൻ്റെ കരുത്തായിരുന്നു. ഇനി ആരുമില്ലെങ്കിലും നീ ഒറ്റയ്ക്കല്ല എന്ന് എന്നോട് തന്നെ പറയാൻ എനിക്കൊരു താങ്ങ് വേണമായിരുന്നു. അച്ചാച്ചൻ എൻ്റെ ഉള്ളിലെ നന്മയുടെ അടയാളമായിരുന്നു. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് തലോടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ ആരും വരില്ലായിരിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ നാം ആശ്വസിപ്പിക്കാൻ വരും. ആ പുഴയോരത്ത് വെച്ച് ഞാൻ എന്നെ തന്നെ ചേർത്ത് പിടിക്കാൻ പഠിച്ചു. ആ ഇരുട്ടിലെ ഒറ്റപ്പെടൽ. ചുറ്റും ഇരുട്ടാണ്, പുഴയുടെ ശബ്ദം മാത്രം. ആ വലിയ ലോകത്ത് ഞാൻ എത്ര ചെറുതാണെന്നും എത്രമാത്രം തനിച്ചാണെന്നും ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. ആരും കാണാനില്ലാത്ത ആ കരച്ചിലിന് ഒരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു. ഉടനെയാണ് മഴയെത്തിയത്. നനയാതിരിക്കാൻ ഞാൻ ശ്മശാനത്തിലേക്ക് ഓടി. ഒരു ചെറിയ മേൽക്കൂരയുണ്ട് അവിടെ. അതിനടിയിലേക്ക് മാറിയപ്പോൾ അവിടെ അടക്കം ചെയ്യപ്പെട്ട ആരോ എനിക്ക് സ്ഥലം തന്ന് സ്വീകരിക്കുന്ന പോലെ എനിക്ക് തോന്നി. മരണത്തോടുള്ള പേടി മാറിയ നിമിഷം. മരണത്തെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ആ രാത്രികളിൽ കല്ലറയ്ക്ക് മുകളിൽ തലചായ്ച്ച് കിടന്നപ്പോൾ എനിക്ക് തോന്നിയത് മരിച്ചവരെയല്ല, മറിച്ച് സ്നേഹമില്ലാതെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പേടിക്കേണ്ടതെന്ന്. ആ തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ആ ശ്മശാനം എനിക്കൊരു വീട് പോലെയായി തോന്നി. രാത്രിയിൽ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. നമ്മൾ എന്തിനാണ് ഇത്രയും ഓടുന്നത്? അവസാനം എല്ലാവരും എത്തിച്ചേരേണ്ടത് ഈ 6 അടി മണ്ണിലേക്കല്ലേ? അച്ഛനോടുള്ള ദേഷ്യമൊന്നുമില്ല, മറിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും ആകുമോ എന്ന സങ്കടമായിരുന്നു എൻ്റെ ഉള്ളിൽ മൊത്തം. വിശപ്പ് വയറിനേക്കാൾ കൂടുതൽ മനസ്സിനെയാണ് വേദനിപ്പിച്ചത്. പക്ഷെ ആ നിശബ്ദതയിൽ എനിക്കൊരു ഉത്തരം കിട്ടി. ജീവിക്കാൻ ഒരു വഴി വേണം. ആരുടെയും കൈനീട്ടാതെ അന്തസ്സായി ജീവിക്കണം. ആ 3 രാത്രികൾ എനിക്ക് തന്നത് ഒരു വലിയ തിരിച്ചറിവാണ്. ഏറ്റവും വലിയ പേടി മരണമല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തോറ്റുപോവുക എന്നതാണ്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ശ്മശാനത്തിലെ മരങ്ങൾക്കിടയിലൂടെയുള്ള വെളിച്ചം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇരുട്ട് എത്ര കരുത്തനായാലും ഒരു പുലർച്ച വരാതിരിക്കില്ല.
ആ വെളിച്ചമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. 4-ാം ദിവസം രാവിലെ എഴുന്നേറ്റ് നിന്ന് ആ പഴയ സങ്കടകാരനായ പയ്യനായിരുന്നില്ല ഞാൻ പൊരുതാൻ ഉറച്ച ഒരാളായിട്ടായിരുന്നു ഞാൻ മാറി. പുറത്തിറങ്ങിയപ്പോൾ റോഡിലൂടെ പോകുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയില്ലല്ലോ കഴിഞ്ഞ രാത്രികളിൽ ഞാൻ എവിടെയായിരുന്നു എന്ന്. ഒരു ശ്മശാനത്തിൽ നിന്ന് വരുന്നവന്റെ ഉള്ളിലെ അഗ്നി ആരും കാണില്ലല്ലോ. ആ നോട്ടങ്ങൾ എന്നെ തളർത്തുകയല്ല, മറിച്ച് എന്തെങ്കിലും നേടി കാണിക്കണം എന്ന വാശിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ ജീവിതത്തിലെ ആ ട്വിസ്റ്റാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. വളരെ ചുരുക്കമായിട്ട് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ. ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. പോകെ പോകെ എൻ്റെ പോരായ്മകൾ ഞാൻ മാറ്റുന്നതാണ്. കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെയാണല്ലോ നമ്മളൊന്ന് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് കൊണ്ട് ഞാൻ ഓരോന്നായിട്ട് ഇനിയും പുതിയ അനുഭവങ്ങളായിട്ട് ഞാൻ ഇനിയും വരും. ഇത് എൻ്റെ മാത്രം കഥയല്ല, നമ്മൾ ഓരോരുത്തരുടെയും അതിജീവനത്തിൻ്റെ കഥയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക. ഈ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പങ്കുവെക്കുക. അത് ഈ അടുത്തൊരു വീഡിയോ മറ്റൊരു അനുഭവമായി കാണാം. ഓക്കെ, താങ്ക് യു.